നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർഷോയെ തള്ളിയിരിക്കുകയാണ് CPM. TP ശ്രീനിവാസനെ തല്ലിയതിൽ മഹാ അപരാധമല്ല എന്ന SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ പ്രസ്താവനയെ തള്ളി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരണമെങ്കിൽ അത് മന്ത്രിയുടെ മാത്രം നിലപാടായിരിക്കണമെന്നില്ല, പാർട്ടിയുടെ കൂടി നിലപാടായിരിക്കണം മന്ത്രി വഴി പുറത്തു വന്നിരിക്കുന്നത്. ആർക്കും ആരെയും തല്ലാൻ അധികാരമില്ല, അതിനെ ന്യായീകരിക്കുന്നതുമില്ല. റാഗിങ്ങിന്റെ പഴി SFIയുടെ തലയിൽ കെട്ടിവെക്കരുത്, വസ്തുതകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കാം. SFI ഇല്ലാത്ത ക്യാമ്പസുകളിലും റാഗിംഗ് നടക്കുന്നുണ്ട്, എന്നിട്ട് അതെല്ലാം SFI ആണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ ആന്തരിക വൈകാരിക സംഘർഷം അവരെ ഹിംസാത്മക പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. അവർക്ക് കാര്യങ്ങൾ ആരോടും തുറന്നു പറയാനാവില്ല. സ്നേഹവും സാഹോദര്യവുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. റാഗിങ്ങിനെതിരെ എല്ലാ ക്യാമ്പസുകളിലും ബോധവൽക്കരണം നടത്തുന്നുണ്ട്, ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട്. ഇതിനായി പ്രിൻസിപ്പൽമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ ഘട്ടത്തിലാണ് മന്ത്രി ആർഷോയെ തള്ളിപ്പറഞ്ഞത്. എന്തൊക്കെയായിരുന്നാലും ശരി, ആർഷോ പറഞ്ഞത്, അതായത് ഈ TP ശ്രീനിവാസനെ തല്ലിയത് അതൊരു കുറ്റമായി തോന്നുന്നില്ല എന്നാണ്, അതിൽ മാപ്പ് പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് മന്ത്രി ഇത് വ്യക്തമാക്കിയത്. ആർക്കും ആരെയും തല്ലാനുള്ള ലൈസൻസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥി ആയിരിക്കുക എന്നതാണ് SFIയുടെ പ്രായ പരിധി എന്നാണ് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറയുന്നത്. TP ശ്രീനിവാസനെ തല്ലിയത് അഭിപ്രായം 9 വർഷം മുമ്പ് SFI വ്യക്തമാക്കിയതാണ്. 2025 അതേ നിലപാട് തന്നെയാണ്. പുതുതായി ഒരു മാപ്പ് ജനിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. SFIയുടെ നിലപാടിൽ അണുവിട വ്യത്യാസമില്ല. തട്ടിക്കൂട്ട് വിദേശ സർവകലാശാലകൾ വരണ്ട, അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായ സമരം നയിക്കാൻ കഴിഞ്ഞുവെന്നും ആർഷോ വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. റാഗിങ്ങിന് എതിരായ ശക്തമായ നിലപാടാണ് എക്കാലവും SFI സ്വീകരിച്ചിട്ടുള്ളത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുമ്പേ തന്നെ ആന്റി റാഗിംഗ് ക്യാമ്പയിനാണ് ക്യാമ്പസുകളിൽ ഏറ്റെടുക്കാറ്. SFI സംസ്ഥാന സമ്മേളനം ഇന്ന് മുതൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന്, നാളെ, മറ്റന്നാൾ 18, 19, 20 തീയതികളിലാണ് സമ്മേളനം നടക്കുക. കൊടിമര ദീപശിഖ ജാഥകൾ നാളെ തിരുവനന്തപുരത്തും 19 രാവിലെ പൊതുസമ്മേളനം മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം 4 മണിക്ക് ക്യൂബൻ അംബാസിഡർ ഉദ്ഘാടനം ചെയ്യും. 1,63,000 മുകളിൽ അംഗങ്ങൾ സംഘടനയിലുണ്ട്. SFIയെ ഇല്ലാതെയാക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ വിമർശനങ്ങളെ തള്ളിക്കളയുന്നുവെന്നും PM ആർഷോ വ്യക്തമാക്കി.